പണ്ടത്തെ നമ്മുടെ കാരണവന്മാർ പറയാറുണ്ടായിരുന്നു, കുറുക്ക് വഴി കൂടെ കാര്യം നേടാൻ ശ്രമിക്കരുത്, അത് പലപ്പോഴും നമുക്ക് ഗുണത്തിനേക്കാളേറെ ദോഷമേ ചെയ്യൂ എന്നുള്ളത്. മറ്റൊന്നുമല്ല, ഒരു സുഹൃത്ത് ചെറുപ്പക്കാരനാണ്, IT മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. 32 വയസ്സായി, വിവാഹമൊന്നും നടന്നിട്ടില്ല. അദ്ദേഹം വളരെ ഹാപ്പിയാണ്. 6 ശമ്പളമുള്ള ജോലിയുണ്ട്, വളരെ ഹാപ്പിയാണ്, കുഴപ്പമില്ല. വീട്ടിലെ 2 മക്കളാണ്. ഈ ജോലിക്കും തിരക്കിനും ഇടയ്ക്കൊന്നും 32 വയസ്സായത് അദ്ദേഹം അറിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഒരു പെട്ടെന്നൊരു അദ്ദേഹത്തിനൊരു വിവാഹാലോചന വന്നു. ആ പെൺകുട്ടി ജർമ്മനിയിലാണ് ജോലി ചെയ്യുന്നത്. പെൺകുട്ടിക്ക് ഒറ്റ കണ്ടീഷനേ ഉണ്ടായിരുന്നുള്ളൂ, ഇയാളുടെ വെയിറ്റ് കുറയ്ക്കണം, ശരീരഭാരം കുറയ്ക്കണം എന്നുള്ളത് മാത്രമായിരുന്നു ആ പെൺകുട്ടിയുടെ കണ്ടീഷൻ. ഏകദേശം 70 കിലോ ഐഡിയൽ വെയിറ്റ് ആയിരുന്ന ഇയാൾക്ക് ഭക്ഷണം കഴിച്ച്, IT ഫീൽഡിലാകുമ്പോൾ നമുക്കറിയാമല്ലോ, ടെൻഷൻ സ്ട്രെസ് ഒക്കെ ഉണ്ട്. ആഴ്ചയിൽ 5 ദിവസം ജോലിയുള്ളൂ, 2 ദിവസം ജിങ്കലാലയാണ്, റെസ്റ്റാണ്, വിശ്രമമാണ്. അപ്പോൾ ഈ നന്നായിട്ട് ഭക്ഷണം കഴിക്കും, യാത്രകൾ ചെയ്യും, മധുരം കൂടുതൽ കഴിക്കുന്ന ആളായിരുന്നു. അപ്പോൾ അങ്ങനെ വെയിറ്റ് കയറി 100 കിലോയോളം, 97 കിലോ ആയിരുന്നു ഇദ്ദേഹം വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വെയിറ്റ്. അതിൽ നിന്ന് 70 കിലോയിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ അങ്ങനെ എൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അതായത് ഒരു മാസത്തിനുള്ളിൽ കുറഞ്ഞതൊരു 15 കിലോ എങ്കിലും കുറയ്ക്കണം എന്നുള്ളതായിരുന്നു. ഞാൻ പറഞ്ഞു, ഒരു രക്ഷയില്ല, ഒരു മാസത്തിനുള്ളിൽ 15 കിലോ കുറയ്ക്കാനുള്ള ഒരു മാർഗം ലോകത്താരും കണ്ടുപിടിച്ചിട്ടില്ല, ആരോഗ്യകരമായ രീതിയിൽ കേട്ടോ. അദ്ദേഹത്തിന് അത് സ്വീകാര്യമായില്ല. അപ്പോൾ കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു പ്രമുഖ സിനിമ തിരക്കഥാകൃത്ത് സർജറി ചെയ്ത് വെയിറ്റ് കുറച്ച കാര്യം എല്ലാവർക്കും അറിയാവുന്ന ഒരു വിഷയമാണ്. ജോൺ പോൾ സാറായിരുന്നു. അദ്ദേഹം ഇതുപോലെ സർജറി ചെയ്ത് അദ്ദേഹത്തിന്റെ വെയിറ്റ് നന്നായിട്ട് കുറച്ച് കുറെ വർഷങ്ങളോളം അദ്ദേഹം ആരോഗ്യവനായിട്ട് ജീവിച്ചു. ഈ സംഭവം ഇയാൾ എന്റെ ശ്രദ്ധയിൽപ്പെടുത്തി. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ, ഇതിന്റെ സർജറിയൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾക്ക് അതിനെപ്പറ്റി അറിയില്ല എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് അറിയാമെങ്കിലും ഞാനത് റെക്കമെൻഡ് ചെയ്യില്ല, അതിനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ടും ആഗ്രഹം തീവ്രമായിരുന്നുകൊണ്ട് ആ സർജറിക്ക് പോവുകയും ആ സർജറി സക്സസ് ആയി പൂർത്തിയാക്കുകയും ചെയ്തു. അത്ഭുതം എന്ന് പറയട്ടെ, ഒരു മാസം കൊണ്ട് 17 കിലോളം കുറഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അദ്ദേഹം മാരേജ് നടന്നു. അതിനുശേഷം ഇപ്പോൾ 1 വർഷമായി. നാട്ടിൽ വന്നപ്പോൾ എന്നെ കാണാൻ ഇവിടെ വന്നപ്പോൾ ഞാൻ അതിശയിച്ചു പോയി. ഈ പണ്ടത്തതിന്റെ പിന്നത്തെ വെയിറ്റ് ആയി മാറി. അത് നേരത്തെ 98 കിലോ ഉണ്ടായിരുന്ന ആൾ ഇപ്പോൾ 110 കിലോയോളം ഭാരമായി. മുട്ടിന് വേദനയായി, മറ്റു പല പ്രശ്നങ്ങളായി. ഇപ്പോൾ എൻ്റെ അടുത്തേക്ക് വന്നിട്ട് ട്രീറ്റ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ, ഇത് പെട്ടെന്ന് എനിക്കൊരു 2 മാസം കൊണ്ട് 20 കിലോ കുറയ്ക്കണം എന്നുള്ളൊരു ചിന്തയിലാണ് വന്നത്. അപ്പോഴും ഞാൻ നോ പറഞ്ഞു. 2 മാസം കൊണ്ട് 20 കിലോ കുറയ്ക്കാനുള്ള യാതൊരു സംവിധാനവും നമുക്കില്ല, ആരോഗ്യകരമായ രീതിയിൽ അങ്ങനെ ചെയ്യാൻ സാധിക്കില്ല എന്ന് തന്നെ പറഞ്ഞു. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഈ എൻ്റെ സുഹൃത്തിന് പറ്റിയത് എന്താണെന്ന് വെച്ചാൽ, ഇയാൾ ആഹാരം കഴിക്കാനുള്ള ആഗ്രഹങ്ങൾ കുറയ്ക്കാതെ ആ സർജറിക്ക് പോയി ദിനങ്ങൾ കഴിയുന്തോറും ഇയാളുടെ ആഹാരം കഴിക്കാനുള്ള വ്യഗ്രത കൂടി വരികയും പിന്നെ ആ പഴയ രീതിയിലേക്ക് ശരീരം ആയി മാറുകയുമാണ് ഇദ്ദേഹത്തിന്റെ കേസിൽ ചെയ്തത്. അതുകൊണ്ട് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് കുറുക്കുവഴികൾ അന്വേഷിക്കാതെ, ഐഡിയലായിട്ട് ഒരാൾക്ക് വെയിറ്റ് കുറയ്ക്കാനൊക്കെ ആണെങ്കിൽ എങ്ങനെയായാലും ഒരു 10 കിലോ കുറയ്ക്കാൻ ശരാശരി ഒരു 3 മാസത്തെ സമയം കൊണ്ട് കുറയ്ക്കുന്നതാണ് വീണ്ടും തിരിച്ചു വരാതിരിക്കാൻ സഹായമായത്. ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമൊക്കെ തന്നെ. അപ്പോൾ അതുകൊണ്ട് കുറുക്കുവഴി കൂടെ ഒരു കാര്യം നേടിയെടുക്കുന്നതിന് മുമ്പായിട്ട് ചിന്തിക്കുക, ഇത് എനിക്ക് സ്ഥിരമായിട്ട് ഇതിന്റെ ഒരു റിസൾട്ട് കിട്ടുമോ, ഭാവിയിൽ നന്നായിട്ട് എനിക്ക് അനുഭവം തരുമോ എന്നുള്ളൊരു കാര്യം ചിന്തിച്ചതിന് ശേഷം മാത്രം അതിലേക്ക് പോകുക എന്നുള്ളതാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാം. താങ്ക് യു.